ഹൈന്ദവ ദേശീയത മോദിയുടെ വരവ് കൂടി നമുക്ക് ഒന്നുകൂടി പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അവിടെ വെച്ച് ആദ്യകാലത്തിൽ മോദിയുടെ പോലും ഇപ്പോൾ നമ്മൾ പ്രധാനമായും ഈ അജണ്ട ഇപ്പോൾ മോദി വിൽക്കുമ്പോൾ 2014 നരേന്ദ്രമോദിയെ മുൻനിർത്തിക്കൊണ്ട് അന്ന് വരെ ഉണ്ടായിരുന്ന BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കളായ LK അദ്വാനി അന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിലും അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് മോദി ഒന്നാം സ്ഥാനത്തേക്ക് വരികയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു BJP-യുടെ ഒരു മുന്നേറ്റം അന്നൊരു മോദി ഒരു ബ്രാൻഡായിക്കൊണ്ട് തന്നെ മുന്നേറ്റം നടത്തുമ്പോൾ അവിടെയും മോദി പ്രധാനമായും പ്രസംഗവേദികളിലോ അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന അജണ്ട രാമക്ഷേത്രം ഞാൻ നിർമ്മിക്കും എന്നുള്ളതല്ല. ഇന്ത്യയിൽ അന്ന് UPA സർക്കാർ 10 വർഷം കൊണ്ടുണ്ടായ വലിയ വമ്പൻ അഴിമതികൾ, ഈ 2G സ്പെക്ട്രം അഴിമതി അടക്കമുള്ള വമ്പൻ അഴിമതികളുടെ ആദർശവും അടക്കം നിരവധി അഴിമതികളുടെ ഒരു ബഹളം, ഈ അഴിമതികളെല്ലാം മുൻനിർത്തുന്നു. ഇന്ത്യയിൽ ഒരു സദ്ഭരണം വേണം, ഒരു ഉറച്ച ഭരണാധികാരി വേണം. ദുർബലനായ ഒരു ഭരണാധികാരിയല്ല വേണ്ടത്, അത് മൻമോഹൻ സിംഗിനെ പോലൊരു ഭരണാധികാരിയല്ല വേണ്ടത്, ഒരു ശക്തനായ ഭരണാധികാരിയാണ് വേണ്ടത്. അന്ന് ഡൽഹിയിലൊക്കെ ഉണ്ടായ ഈ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിലുണ്ടായ അഴിമതിക്കെതിരായ വലിയ മൂവ്മെൻറ്റുകൾ, അതിൻ്റെയൊക്കെ ഫലമായി പിന്നീട് കെജ്രിവാളൊക്കെ അധികാരത്തിൽ വന്നത്, അത്തരം മൂവ്മെൻറ്റുകൾ അഴിമതിക്കെതിരായ ഒരു വലിയ മുന്നേറ്റം, പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയൊക്കെ എടുത്തുകൊണ്ട് ഇന്ത്യയിൽ ആകമാനം നടത്തിയ വലിയ മുദ്രാവാക്യം. അങ്ങനെ കരുത്തനായ ഒരു നേതാവ് ഇന്ത്യയിലേക്ക് വരുന്നു. ആ നേതാവ് ഇന്ത്യയെ വികസനത്തിലേക്ക് നയിക്കും എന്നുള്ളൊരു മുദ്രാവാക്യമാണ്. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെയും ഒന്നാമത്തെ അജണ്ടയായി നിർത്തിയിരുന്നത് അല്ലെങ്കിൽ മുന്നിൽ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയിരുന്നത് രാമക്ഷേത്ര നിർമ്മാണമായിരുന്നില്ല, അല്ലെങ്കിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കും എന്നുള്ള മുദ്രാവാക്യമായിരുന്നില്ല, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഒഴിവാക്കും എന്നുള്ള മുദ്രാവാക്യമായിരുന്നില്ല. അവിടെയെല്ലാം വികസന മുദ്രാവാക്യങ്ങളൊക്കെ ആയിരുന്നു 2014 മുൻനിർത്തിയിരുന്നത്. ഇവിടെ നിന്ന് 2019 എത്തുമ്പോഴും നരേന്ദ്രമോദിയുടെ ഒന്നാം ഭരണം കഴിയുമ്പോഴും അദ്ദേഹം മുന്നിൽ നിർത്തിയത് അന്നാണ് ഈ സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ വന്നുകൊണ്ട് ഇന്ത്യയിൽ പാകിസ്ഥാനെതിരെ അടിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ തിരിച്ചടി നൽകാൻ പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്ന വിമർശനം അതായിരിക്കും, വികസനം എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യത്തിനകത്തുകൂടെ ഒളിപ്പിച്ചു കടത്തുകയായിരുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള പ്രചരണമൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വന്നേക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യൻ ദേശീയത ഈസിക്കൽ ടു ഹൈന്ദവ ദേശീയത എന്ന രീതിയിലേക്ക് മാറുന്നു. സ്വാഭാവികം ആ രീതിയിലേക്ക് നടപടികൾ മോദി സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, അതിപ്പോൾ രാമക്ഷേത്രമാണെങ്കിൽ ഒരു ചാന്ദ്ര ദൗത്യമാണെങ്കിൽ പോലും അത് ആ രീതിയിൽ തന്നെ എല്ലാ വികസനങ്ങളെ പോലും ഹൈന്ദവ ദേശീയതയുമായി ബന്ധപ്പെട്ട് പേരിടുക വരെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നയം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് പക്ഷേ ലോങ് റണ്ണിൽ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വികസനങ്ങൾ നേട്ടങ്ങൾ എത്തിക്കുമ്പോഴെല്ലാം ആ രീതിയിൽ എംഫസൈസ് ചെയ്ത് പറയാൻ പാർട്ടിക്ക് ചിലപ്പോൾ അത് വലിയ മൈലേജ് നൽകുമായിരിക്കും. അപർണ, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഇന്ത്യയിൽ ഇപ്പോൾ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ഒരു ദേശീയ ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് ഈ അയോധ്യയിലെ ശ്രീരാമ പ്രതിഷ്ഠയെ മാറ്റാൻ BJP-ക്ക് കേന്ദ്ര സർക്കാരിന് വളരെ കൃത്യമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിൽ ഇന്ത്യ മുന്നണിക്കായാലും കോൺഗ്രസിനായാലും മറ്റു പാർട്ടികൾക്കൊക്കെ ആയാലും വീഴ്ച വന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഈ ബാബറി മസ്ജിദ് തകർക്കുന്നത് പോലെയല്ല, അതിനകത്ത് ഒരു അപകടകരമായ ഒരു അവസ്ഥയോ അല്ലെങ്കിൽ തകർച്ചയ്ക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം ഒരു ആരാധനാലയം തകർക്കുന്നതിനെതിരെ വികാരമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അതല്ല, അതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അതിനെല്ലാം അപ്പുറത്തേക്ക് ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മിതിയാണ്. അതൊരു പോസിറ്റീവായ കാര്യമായി ഇന്ത്യക്കാരൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനും, ഒരു ക്ഷേത്രം ഒരു മതവിഭാഗം കോടതി വിധി വന്നതോടുകൂടി അതിനകത്തൊരു തീരുമാനമായി, അതുകൊണ്ട് പോസിറ്റീവായി ഒരു കാര്യം അവതരിപ്പിക്കുന്നു. ശ്രീരാമനെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ദൈവമായി, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപമായി അവതരിപ്പിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ രാമന്റെ അവതാരം എന്ന തരത്തിലേക്കൊക്കെ അടക്കം, അല്ലെങ്കിൽ രാമനെ ഇന്നത്തെ ചടങ്ങിലടക്കം അറിയാം, ഇത് അവിടെ ആകെ പ്രാധാന്യം കിട്ടുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നരേന്ദ്രമോദി മാത്രമാണ്. പ്രധാനപ്പെട്ട മറ്റ് രാഷ്ട്രീയ അറിയാം, നമ്മൾ നേരത്തെ സംസാരിച്ചത് അതിനെക്കുറിച്ചാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അധികാര സ്ഥാപനം ഇന്ന് കിരൺ പറഞ്ഞതുപോലെ തന്നെ അവിടെ അയോധ്യ പ്രതിഷ്ഠ ദിവസം ഇന്ന് പ്രസംഗം നടത്തിയവരെല്ലാം രാഷ്ട്രീയ പ്രമുഖരാണ്. വളരെ പ്രധാന ആ രാഷ്ട്രീയം അതിനകത്ത് വ്യക്തമായി കാണുകയും ചെയ്യുന്നു. അതായത് വളരെ കൃത്യമായി തന്നെ മോദി ഒഴികെയുള്ള പ്രധാനപ്പെട്ട BJP-യുടെ നേതാക്കളായിരുന്നു, ഇപ്പോൾ അമിത്ഷാ ആയിട്ട് അല്ലെങ്കിൽ നദ്ദ ആവട്ടെ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാവട്ടെ, ഇവരെല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് വളരെ കൃത്യമായി തന്നെ മോദി അവിടെ വരുന്നു. മോദി വളരെ വലിയൊരു ഷോ നടത്തിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് എങ്ങനെയാണോ രാമൻ അയോധ്യയിലേക്ക് പ്രവേശിച്ചത് ആ മട്ടിൽ തന്നെ നരേന്ദ്രമോദിയെ അവതരിപ്പിക്കാനും ആ മട്ടിൽ അതിനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാക്കി മാറ്റാനോ ഈ ടെമ്പോയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള ഒരു വളരെ കൃത്യമായ ശ്രമമാണ് BJP-യുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ വളരെ കൃത്യമായ അതൊരു തെളിയിച്ച് തന്നെ കൊടുക്കുകയാണ് മറ്റുള്ളവർക്ക് മുന്നിലേക്ക്. ദാണ്ട ഞങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി BJP-ക്ക് ഈ പറയുന്നത് പോലെ ഈ ഇതുവരെ മറച്ചു വെച്ചിരുന്ന BJP-യുടെ ഈ അജണ്ടയിലേക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് നടപ്പാക്കി കാണിച്ചു കൊടുത്തു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി.